അതെ, മയിൽ പോകുന്ന കണ്ടോ? 6 പേരുണ്ടായിരുന്നേ. ഞാൻ വാഴയില പറിക്കാൻ വേണ്ടി വന്നതാണേ. അപ്പം ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് അക്കുഡൂസ് വന്ന് ഒച്ചയുണ്ടാക്കിയിട്ട് അവരവരെ പാട്ടിന് പോയി. സ്ഥിരം വരുന്നതാന്നേ, എൻ്റെ അധിക വീഡിയോയിൽ കാണാറില്ലേ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ നല്ല അടിപൊളി കിണ്ണത്തപ്പാട്ടോ. നല്ല ഹെൽത്തി ആയിട്ട് എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള കിണ്ണത്തപ്പാട്ടോ. അപ്പോൾ നോക്കിയാലോ. അപ്പോൾ ഇത് മുത്താറിയാട്ടോ, മുഴുവൻ മുത്താറിയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പം എല്ലാവരും മുത്താറി പൊടിയല്ലേ. അപ്പം ഇത് നമ്മൾ പണ്ട് കുറുക്കെല്ലാം ഉണ്ടാക്കുക മുത്താറി തന്നെയായിരുന്നു കേട്ടോ, അരച്ചുണ്ടാക്കുക. പിന്നെ ഇത് നമ്മളെ നുറുക്ക് ഗോതമ്പാട്ടോ. എൻ്റെ അടുത്ത് മുത്താറി പൊടിയും ഉണ്ട്, നുറുക്ക് ഗോതമ്പാണ്. മുത്താറി പൊടിയും ഉണ്ട്, മുഴുവൻ മുത്താറിയും ഉണ്ട് കേട്ടോ. അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കിണ്ണത്തപ്പാട്ടം ഉണ്ടാക്കുന്നത്. അപ്പോൾ മുത്താറിയിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് കഴുകി എടുക്കണം. ഒരു 5 മിനിറ്റോളം മുത്താറിയിൽ വെള്ളം ഒഴിച്ച് വയ്ക്കുക കേട്ടോ. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് കുതിർന്നോട്ടെ. അതുപോലെ തന്നെ നമുക്ക് എന്താക്കാം, നുറുക്ക് ഗോതമ്പത്തിലും വെള്ളം ഒഴിച്ച് വെക്കണം കേട്ടോ. നുറുക്ക് ഗോതമ്പത്തിൻ്റെ ഉപ്മാവ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടിലും നമുക്ക് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ഇതിന് എന്തൊക്കെയാണ് വേണ്ട സാധനങ്ങളെന്ന് കൂടി പറഞ്ഞു തരാം കേട്ടോ. കുറച്ച് സാധനം മതിയേ. അളവ് ഞാൻ ഉണ്ടാക്കുമ്പം പറഞ്ഞു തരാം കേട്ടോ. പിന്നെ ഇത് നുറുക്ക് ഗോതമ്പും മുത്താറിയും തേങ്ങയും വേവിച്ച പൊട്ടുകടലയും അതുപോലെ തന്നെ വെല്ലം ഉരുക്കിയതാട്ടോ. ഇനിയിപ്പോൾ നമുക്ക് മുത്താറിയൊക്കെ അരച്ചെടുക്കണം. അപ്പോൾ അത് തുടങ്ങിയാലോ. ഫസ്റ്റ് നമുക്ക് തേങ്ങാപ്പാൽ എടുക്കാം. തേങ്ങാപ്പാൽ ഞാൻ 1/4 പാൽ മാത്രം ആട്ടോ എടുക്കുന്നുള്ളൂ. അപ്പം തേങ്ങ മിക്സിയിൽ അരച്ചിട്ട് അതിൻ്റെ പാൽ അരിച്ചു എടുക്കുന്നുണ്ട് കേട്ടോ. തേങ്ങാപ്പാൽ എടുത്ത ശേഷം കഴുകി വൃത്തിയാക്കി നുറുക്ക് ഗോതമ്പും ഇതുപോലെ തന്നെ അരച്ചിട്ട് അതിൽ 2-3 ഏലക്ക ഇട്ടിട്ടുണ്ട്. അരിച്ചെടുക്കണം കേട്ടോ. അരിച്ചെടുക്കണം. അതിന് ശേഷമാണ് മുത്താറി നമുക്ക് അരച്ചെടുക്കേണ്ടത്. കഴുകി വൃത്തിയാക്കിയിട്ട് നന്നായിട്ട് മുത്താറി അരിച്ചെടുക്കണേ. അപ്പം നന്നായിട്ട് അരിച്ചെടുക്കണം. മുത്താറി നല്ല രീതിയിൽ തന്നെ അരയ്ക്കണം. അപ്പം ഈ അരച്ചിട്ട് നന്നായിട്ട് ഒന്നെങ്കിൽ സ്പൂൺ എന്തെങ്കിലും വെച്ചിട്ട് ഇളക്കി കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ എന്താക്കുക, ഞാൻ കൈ വെച്ചിട്ട് കേട്ടോ. കാരണം കുറച്ചും കൂടി അരച്ച് അതിൻ്റെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് അരിച്ചെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗോതമ്പും അരിച്ചെടുക്കണം കേട്ടോ. അരച്ചിട്ട്, കാരണം അരിച്ച് എന്ന് പറയുമ്പോൾ മാറിപ്പോണ്ട, അരിച്ചെടുക്കണം കേട്ടോ. അപ്പം ഇത് ഹെൽത്തി ആയിട്ട് വീട്ടിലുള്ള കുറച്ച് സാധനം വെച്ചിട്ടാണ് അടിപൊളിയായിട്ട് കിണ്ണത്തപ്പം ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത്രയും സാധനങ്ങളെ വേണ്ടൂ കേട്ടോ. അത് നമ്മളെ വെല്ലം ഉരുക്കിയത്, അതുപോലെ തന്നെ മുത്താറി, നമ്മളെ നുറുക്ക് ഗോതമ്പ്, തേങ്ങാപ്പാൽ, പൊട്ടുകടല എല്ലാം കൂടി. അപ്പം നമുക്ക് തുടങ്ങിയാലോ. അടുപ്പത്തൊരു ഉരുളി വെച്ചിട്ട് അതിലേക്ക് നമുക്ക് അരിച്ചെടുത്ത നുറുക്ക് ഗോതമ്പ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതിന് ശേഷം ഇതൊന്ന് ഇളക്കി കൊടുത്ത് ഒരു ചെറിയ ചൂടാവുമ്പോൾ നമുക്ക് എന്താക്കുക, ഇതിലേക്ക് നമ്മളെ മുത്താറി അരിച്ചെടുത്തത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ മാത്രം ഇതിലേക്ക് അടുത്ത സാധനങ്ങൾ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പം ഞാനിപ്പം നുറുക്ക് ഗോതമ്പും മുത്താറി ഒഴിച്ച് അത് നന്നായിട്ട് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഒരുവിധം നന്നായിട്ട് ചൂടായി വരുമ്പോൾ തിളക്കിയല്ല, ഇതുപോലെ ആകുമ്പോൾ നമുക്കിതിലേക്ക് എന്താക്കുക, ഫസ്റ്റ് തേങ്ങാപ്പാൽ ഒഴിച്ചു തരാം. ഇതിൻ്റെ അളവ് ഞാൻ ഇങ്ങോട്ട് എത്തുമ്പോൾ പറഞ്ഞു തരാം കേട്ടോ. അപ്പം ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ വെല്ലവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ട് എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന കേട്ടോ. കൈ വെക്കാണ്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പം മക്കളെ, നമുക്ക് ഇതിൻ്റെ അളവ് നോക്കിയാലോ. അതായത് അളവ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 ഗ്ലാസ് മുത്താറിക്ക് 1 ഗ്ലാസ് നുറുക്ക് ഗോതമ്പാട്ടോ വേണ്ടത്. അതായത് അളവ് ഒരുപോലെ ആയിരിക്കണം മുത്താറിൻ്റെയും നുറുക്ക് ഗോതമ്പിൻ്റെയും. നമ്മളിപ്പം 1/4 കിലോ നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട്, 1/4 കിലോ തന്നെ എന്താക്കണം, മുത്താറി കൊടുക്കണം കേട്ടോ. ഒരേ അളവാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. കൈ വെക്കാണ്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പം ഞാൻ എടുത്തിരിക്കുന്നത് എത്രയാണെന്ന് വെച്ചാൽ ഒരു വലിയ ഗ്ലാസ്സിൽ മുത്താറിയും അതേ ഗ്ലാസ്സിന് തന്നെ നുറുക്ക് ഗോതമ്പാണ്. അതിന് ഞാൻ അരമുറി തേങ്ങേൻ്റെ പാലാട്ടോ എടുത്തിരിക്കുന്നത്. അരമുറി തേങ്ങ, അതുപോലെ തന്നെ ഒരു 4 കഷ്ണം വെല്ലം എടുത്തിട്ട് ഉരുക്കിയതാട്ടോ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നുറുക്ക് ഗോതമ്പ് അരയ്ക്കുമ്പോൾ ഞാനതിലൊരു 3-4 ഏലക്കായും കൂടി ഇട്ടിന്. അപ്പോൾ ഇത് കുറുകി ഇതുപോലെ വരുമ്പോൾ നമുക്കിതിലേക്ക് വേവിച്ച പൊട്ടുകടല എടുത്തിരിക്കുന്നത് നമ്മളൊരു 4 സ്പൂണോളം എടുത്തിട്ടുണ്ട് കേട്ടോ. വലിയ 4 സ്പൂണോളം പൊട്ടുകടല വേവിച്ചതാണ് ഇതിലിട്ട് കൊടുക്കുന്നത്. പക്ഷേ ഇത് ഞാൻ എടുത്ത് പറയുന്നത് എന്താണെന്നറിയോ, നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന നല്ല ഹെൽത്തി ആയിട്ട്
പെട്ടെന്ന് ഉണ്ടാക്കുക. ഇതൊന്ന് ഇളകി കുറുകി എടുക്കേണ്ട ഒരു ടൈം മാത്രമേ ഇതിന് പണിയുള്ളൂ. അപ്പം ഇതിലേക്ക് ഇതുപോലെ കുറുകി വരുമ്പോൾ ഞാൻ 2 സ്പൂണ് നെയ്യും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 2 സ്പൂണാണ്. എന്നിട്ട് കൈവയ്ക്കാണ്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. വേഗം കുറുകി വരും കേട്ടോ. ഇത് കുറേ ടൈമൊന്നും എടുക്കണ്ട. വേഗം വേഗം കൈവയ്ക്കാണ്ട് ഇതുപോലെ ഇളക്കി കൊടുത്ത് എല്ലാം നന്നായിട്ട് കുറുകി കുറുകി വരും കേട്ടോ. അപ്പോൾ അളവെല്ലാം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്നതാട്ടോ. നല്ല എന്താ പറയുക, നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയല്ലേ. നമ്മളെ മുത്താറി ആയിക്കോട്ടെ, നുറുക്ക് ഗോതമ്പ് ആയിക്കോട്ടെ അല്ലേ. നമ്മൾ പഞ്ചസാരയൊന്നുമല്ല, ബെല്ലാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ തേങ്ങാപ്പാലിലാണ് ഉണ്ടാക്കുന്നത്. പിന്നെ വീട്ടിൽ നമ്മൾ വിചാരിക്കും ടൗണിലൊക്കെ വെക്കുമ്പോൾ ഇത് ഭയങ്കര പാടാണ്, പക്ഷെ പെട്ടെന്ന് കഴിയോടോ, വേഗം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇത് കണ്ടില്ലേ, ഞാൻ ഇതുപോലെ കുറുകി കുറുകി വരുന്നുണ്ട്. ഇത് കുറുകി ആവുമുണ്ടല്ലോ, നമ്മളെ ചെമ്പിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ അത് എന്താ പറയുക, ഒട്ടി നിൽക്കാണ്ട് ഇങ്ങനെ കാണും. ഇത് കണ്ടില്ലേ. അപ്പോൾ ഇത് നന്നായിട്ട് കണ്ടോ, ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് കുറുകി എടുക്കണം കേട്ടോ. കുറുക്കി എടുത്തിട്ട് നമുക്കിത് ഇറക്കിയാൽ മതി. അപ്പോൾ ഇതൊന്നും കൂടി ഒന്ന് വറ്റി ഇതാവട്ടെ, കുറച്ചും കൂടി ആവാനുണ്ട്. ഇത് കണ്ടോ, ഇതുപോലെ ആയി വരും. കണ്ടോ, അടിയിൽ പിടിക്കാണ്ട് ഇതുപോലെ നിങ്ങൾ ഇളക്കിയെടുക്കണം. ഇത് ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനൊരു വാഴയിലയിൽ നെയ്യാക്കി കൊടുക്കട്ടെ. ഇതുപോലെ നെയ്യാക്കി കൊടുക്കണം കേട്ടോ വാഴയിലയിൽ. അപ്പം വാഴയിലയിൽ ഇങ്ങനെ ആക്കിയ ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുഴിയുള്ള പാത്രമോ, അപ്പം ഈ കുഞ്ഞു പാത്രമൊക്കെ ഉണ്ടാവില്ല കുറച്ച് കുഴിയുള്ളത്, ഞാനിത് എടുത്തിരിക്കുന്നത് പ്ലേറ്റാട്ടോ. പ്ലേറ്റിൽ ചൂടോടെ തന്നെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അടിയിൽ ഒരു വാഴയില വെച്ചിട്ട് നെയ്യാക്കി കൊടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് കുഴിയുള്ള പാത്രമാണെങ്കിൽ അങ്ങനെ ഒഴിച്ചാൽ മതി. ടൗണിലൊക്കെ ഉള്ളത് കുഴിയുള്ള പാത്രമാണ്. അപ്പം ഞാനിത് സ്റ്റീൽ പ്ലേറ്റ് ഇല്ല, അതിലാട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഒരു സ്പൂണ് വെച്ചിട്ട് മേലെ ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കുക. അതായത് ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കുക കേട്ടോ. ചൂടോടെ തന്നെയാണ് ഒഴിച്ചിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് കുറച്ച് നേരം ഇതൊന്ന് തണിയാൻ വെക്കണം. ഇതുപോലെ ആക്കിയ ശേഷം കുറച്ച് നേരം ഒന്ന് തണിയാൻ വെക്കണേ. ഒന്ന് തണിഞ്ഞ ശേഷം മാത്രം നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയാൽ മതി. ഇത് നന്നായിട്ട് ഞാൻ ഷെയ്പ്പാക്കി ഇതാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് തണിഞ്ഞിട്ടുണ്ട് കേട്ടോ. തണിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് എന്താക്കുക, ഇത് കുറച്ച് നേരം വെച്ചിട്ട് ഞാനൊരു പ്ലേറ്റ് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളെ മുമ്പ് തന്നെ ഞാൻ ഈ പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ ഇത് ഈ പ്ലേറ്റ് വെച്ചിട്ട് ഇതിലേക്ക് ഞാൻ ഈ പ്ലേറ്റ് ഇതുപോലെ വെച്ച ശേഷം ഞാൻ ആ പ്ലേറ്റ് മെല്ലെ എടുത്തു. അപ്പം നോക്കട്ടെ പണി പാളിയോ അടിപൊളിയായോ എന്ന്. ഇതാ മക്കളെ, അടിപൊളിയായിട്ടായിട്ടുണ്ട്. അപ്പം ഞാനിത് ഇങ്ങനെ കാണിച്ചു തന്നാൽ നിങ്ങൾ വിചാരിക്കും ഇത് കണ്ടോ നല്ല സോഫ്റ്റായിട്ടാട്ടോ, നല്ല ടേസ്റ്റുമാണ്. ഇനി ഞാനിത് മുറിച്ചും കൂടി കാണിച്ചു തരാം. ആ വാഴയിലേൻ്റെ നടുവിലുള്ള ഭാഗമാട്ടോ അത്. അപ്പം നിങ്ങൾക്ക് കുഴിയുള്ള പാത്രത്തിലും ആക്കാം കേട്ടോ. അപ്പം ഞാനിതൊരു സ്റ്റീൽ പാത്രത്തിലാക്കി എടുത്തേ ഉള്ളൂ. അപ്പോൾ ഞാനിത് മുറിച്ച് നിങ്ങളെ മുമ്പ് തന്നെ മുറിച്ച് ഞാൻ കാണിച്ചു തരുവാണ്. നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റുമാണ്. എല്ലാവർക്കും ഒരുപോലെ കഴിക്കുകയും ചെയ്യുക കേട്ടോ. ഇത് കണ്ടോ, എവിടെ ഒട്ടിപ്പിടിച്ചിട്ടോ ഒന്നുമില്ല. ഇത് നോക്കിക്കുക, നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പോലെ തന്നെ, പക്ഷെ അതിലും ടേസ്റ്റ് ഹെൽത്തി ആയിട്ടുള്ളതാട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണേ. അപ്പം നിങ്ങളെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ, ഞങ്ങൾ ചായയൊക്കെ കുടിക്കട്ടെ. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് അടിക്കണം കേട്ടോ. ബായ്.